ഇനി അടുത്തത് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്ന 4th മോഡ്യൂളിലെ 3rd പോർഷനാണ്, അല്ലെങ്കിൽ 3rd പാർട്ട്. അന്ന് ലോജിക്കൽ തിങ്കിങ്. എന്താണ് ലോജിക്കൽ തിങ്കിങ് എന്നും അതിൻ്റെ ആസ്പെക്ട്സ് ഒക്കെ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോജിക്കൽ തിങ്കിങ്ങിനെ പറ്റിയാണ്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസിലേയും കൂടെയും സിറ്റുവേഷൻസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രോബ്ലംസിൽ കൂടെ, സിറ്റുവേഷൻസിൽ കൂടെ, നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ കൂടെയൊക്കെ നമ്മൾ ഒരു റീസണിങ്, അപ്പോൾ പ്രോസസ് ഓഫ് റീസണിങ് ഉണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആദ്യം അത് കാണും അല്ലേ, പിന്നെ നമ്മൾ അതിനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മൾ അതിനെ ഓരോ വരികളായിട്ട് കട്ട് ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പ്രോബ്ലത്തിനെയും നമ്മൾ അനലൈസ് ചെയ്യും. ഹ്യൂമൻ ബീയിങ്ങിന്റെ ഇതെന്താന്ന് വെച്ചാൽ അവർക്ക് ലോജിക്കൽ തിങ്കിങ് ഓൾറെഡി ഉണ്ട്. പക്ഷേ സിസ്റ്റത്തിന്റെ കേസിൽ ഈ ലോജിക്കൽ തിങ്കിങ് തന്നെ ഇല്ല, നമ്മൾ ചിന്തിപ്പിക്കുക ചെയ്യുന്നത് അതിനെ. അപ്പോൾ ഈ ലോജിക് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്, നമ്മളെ സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോജിക്ക് നന്നായി വർക്ക് ചെയ്യണം. ഓരോ പ്രോബ്ലത്തിനും ഡിഫറെന്റ് ലോജിക്ക് ആവാം. ചിലപ്പോൾ നമ്മൾ ചെയ്തു വെച്ച പ്രോബ്ലങ്ങൾ പോലെയുള്ള ഡിഫറെന്റ് പ്രോബ്ലംസ് നമുക്ക് പിന്നീട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് പിന്നെയും പറയുന്നത്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ആസ്പെക്ട്സ് നോക്കി വെച്ചോളൂ. അനാലിസിസ് ആണ് ആദ്യത്തെ. അനാലിസിസ് ആണ് ലോജിക്കൽ തിങ്കിങ്ങിന്. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ നമുക്ക് ലോജിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിന്റെ കേസ് തന്നെ എടുക്കാം. നമുക്കറിയില്ല ഏതാണ് യൂസർ ഇന്റർഫേസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ബാക്ക് എൻഡിൽ എന്താ ചെയ്യണ്ടേ, അതല്ല ഇതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം, ഇതൊന്നും അറിയാതെ അങ്ങനെ ലോജിക്കലി നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുമോ? അതിനെ ഇല്ല. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് എനിക്ക് കിട്ടിയ പ്രോഗ്രാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ പ്രൊജക്റ്റ് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. അതിനാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് ലോജിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ്. അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ, നമുക്ക് കിട്ടിയ പ്രൊജക്റ്റിന്റെ വാലിഡിറ്റി, അതിന് എത്രത്തോളം വാലിഡ് ആണ്, അല്ലെങ്കിൽ റെലവൻ്റ് ആണോ അല്ലേ. ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്തത് കൊണ്ട് അത് എത്രത്തോളം റെലവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് എത്രത്തോളം വാലിഡിറ്റി ഉണ്ട് എന്നൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയാം? ഇവാലുവേഷൻ എന്ന് പറയാം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം ഇതിനകത്തുനിന്ന്? ലോജിക്കലി കുറച്ച് നമ്മൾ കൺക്ലൂഷൻസിൽ എത്തണം. ഇപ്പൊ എനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം തന്നെ, വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റ് ആദ്യം ഞാൻ നോക്കും, ഇത് എന്തിനെ കുറിച്ചുള്ള വെബ്സൈറ്റാണ്, എന്താണ് അതിനകത്തുള്ള കണ്ടന്റ്, അതിനകത്ത് ഡാറ്റകൾ ഒരുപാട് സ്റ്റോർ ചെയ്യാനുണ്ടോ, ഈ പിക്ചേഴ്സ് ഉണ്ടോ, ഇമേജസ് ഉണ്ടോ, യൂസേഴ്സിന് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇത് ഒക്കെ നമ്മൾ പഠിക്കണം ആദ്യം. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനെ ഒരു ഡിസൈനിങ് ഉണ്ട് അല്ലേ. വെബ് പേജുകളൊക്കെ ഒരു പർട്ടിക്കുലർ ഓരോന്നിനും ഓരോ ഡിഫറെന്റ് ഡിസൈൻസ് ഉണ്ടല്ലോ, അത് ചെയ്യാൻ അറിയണം. പിന്നെ നമ്മളിപ്പോൾ ഡാറ്റ സ്റ്റോറിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ നമുക്കൊരു ഡാറ്റാബേസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ കൂടിയൊക്കെ ഇങ്ങനെ സോൾവ് ചെയ്യാം, ഇന്ന രീതിയിൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്തിലെത്തും? ഒരു കൺക്ലൂഷനിലെത്തും. പിന്നെയാണ് പ്രോബ്ലം സോൾവിങ്, എസെൻഷ്യൽ ഫോർ പ്രോബ്ലം സോൾവിങ്. ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത്? ലോജിക്കൽ തിങ്കിങ്. അതില്ലാതെ നമുക്ക് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 2 നമ്പർ കൊടുക്കുന്നു, ചെറിയൊരു കുട്ടിയാ, 1ലോ 2ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒന്നും കൂട്ടാൻ പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിന് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അത് ചിലപ്പോൾ അതിന്റെ ലോജിക്ക് അറിയില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ മാത്സ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഈ ചില ലോജിക്, ചില മെത്തേഡുകളുണ്ട്, അത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ ഒരു ലോജിക്ക് ഇല്ലാതെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും എന്താ ലോജിക്ക് ഇല്ലാതെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ലോജിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഒരു എസ്സേ എഴുതാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ അറിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ സെന്റൻസുകൾ നല്ല രീതിയിൽ എഴുതാൻ കിട്ടുന്നില്ല, നമുക്ക് ഇംഗ്ലീഷിന്റെ ലോജിക്ക് ഇല്ല അല്ലേ. അതുപോലെയാണ് ഒരു പ്രോബ്ലം, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ലോജിക്കലി നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിനെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ, നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റൂ. ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പല രീതിയിൽ സോൾവ് ചെയ്യാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരൊറ്റ മെത്തേഡോ ഒരൊറ്റ വഴി മാത്രമല്ല.
ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേറെ ആയിരിക്കാം, എൻ്റെ ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേറെ ആയിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റിനെ നന്നായി പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഡിസിഷൻസ്, തീരുമാനങ്ങളിലെത്തണം. എങ്ങനെ? പല ഓപ്ഷൻസ് ഞാൻ എടുക്കും, അല്ലെ? ഇന്ന രീതിയിൽ ചെയ്താൽ ഈ ഒരു പർട്ടിക്കുലർ, നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പ്ലാൻ എ ഞാൻ നോക്കും, ഇതാണോ ശരി, ഇതിനകത്ത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ കിട്ടുമ്പോൾ ഞാൻ രണ്ടാമത്തെ പ്ലാൻ സെലക്ട് ചെയ്യും. രണ്ടാമത്തെ പ്ലാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്. അപ്പോൾ അതിൽ ഈ പ്രോജക്റ്റിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വിൻഡോസിന് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ചെയ്തത്. എൻ്റെ യൂസർ പക്ഷേ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. അവിടെ ഒരു പ്രശ്നം വരില്ലേ? വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സംഭവം, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ഇതിന് ഈ യൂസറിന് അവരുടെ അറ്റ്മോസ്ഫിയറിൽ, അവരുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ, നമ്മളെ ഏത് ഓപ്ഷൻ എടുത്താൽ അത് കുറച്ച് മെമ്മറി യൂസ് ചെയ്യാൻ പറ്റുന്നത്, എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ആണോ നമ്മളത്, അല്ലേ? ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ മെമ്മറി സേവ് ചെയ്യാൻ പറ്റുന്നത്, ഏത് ചെയ്താലാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുണ്ടാവും. അതിനൊക്കെ നമുക്ക് ആര് വേണം? ലോജിക്കൽ തിങ്കിങ് മസ്റ്റാണ്. ഓരോ ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുന്നതോ, ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതോ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതോ, എന്തായാലും അപ്ഡേറ്റഡ് അല്ലാത്ത ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, പഴയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ ഒക്കെ. അതൊന്നും ഇപ്പം അങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കേൾക്കുന്ന പോലും ഇല്ല ഇവിടെ. അപ്പം അതൊക്കെ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് കൊബോൾ അറിയാം, എന്നാൽ ഞാൻ കൊബോളിൽ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് സി അറിയാം. എനിക്ക് അതുപോലെ ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും, അല്ല ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഓരോ പർട്ടിക്കുലർ എന്താ പറയുക യൂസുകൾ ഉണ്ടാവാം. ചിലത് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ, പൈത്തണിനൊക്കെ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാമെന്ന് പറയും. പക്ഷെ സി ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. C++ അത് ആ ഒരു കൺസെപ്റ്റിലേ ആയിരിക്കില്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് യൂസ് ചെയ്താലാണ് എൻ്റെ പ്രൊജക്റ്റിന് ഏറ്റവും നല്ലത്, ഏത് യൂസ് ചെയ്താലാണ് എൻ്റെ പ്രൊജക്റ്റിന് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുക, ഇതെനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റണം. അതിനും എന്തെന്നെ വേണം? ലോജിക്കൽ തിങ്കിങ് തന്നെ വേണം. ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും എന്തെന്നെ വേണം? ലോജിക്കൽ തിങ്കിങ് അത്യാവശ്യമാണ്. ഇത് സിസ്റ്റം അല്ല ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത്, നമ്മളാണ് ചിന്തിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ യൂസറുമായിട്ട്, ആരാണോ എൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അവരുടെ ഐഡിയാസ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യണം? അവരുടെ അടുത്ത് ചോദിച്ച് അവർക്ക് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ചെയ്ത പ്രൊജക്റ്റുകൾ ഞാൻ കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവരെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അവരെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടും കാണിച്ചു കൊടുത്തിട്ടും, ഇങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും, അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷനിലേക്ക് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു സിസ്റ്റം, അവരെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ടുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനും ആവശ്യമാണ്? ലോജിക്കൽ തിങ്കിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോബ്ലത്തിന് മനസ്സിലാക്കാൻ, അത് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണമെങ്കിലും എന്ത് വേണം? ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇനി അടുത്തത് പറയുന്നത്, രണ്ടു തരം ലോജിക്കൽ റീസണിങ് ഉണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് രണ്ടു തരം ലോജിക്കൽ റീസണിങ് ഉണ്ട്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറയുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമല്ലോ, അതാണ് ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, മേക്കിംഗ് ജനറലൈസേഷൻ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഒബ്സർവേഷൻസ് ഓർ എവിഡൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, സീത ഒരു ലേഡിയാണ്. പിന്നെ ഞാൻ പറയുന്നു എല്ലാ ലേഡീസും നല്ലവരാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? അപ്പൊ തീർച്ചയായിട്ടും സീത എന്തായിരിക്കും? ഒരു നല്ലവളായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തത് ഒരു ചെറിയൊരു ഒരു ഒബ്സർവേഷൻ ആണ്, സീത ഒരു പെൺകുട്ടിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ലേഡിയാണെന്നുള്ളത്. പിന്നെ ഞാൻ കണ്ടുപിടിച്ച ഒബ്സർവേഷൻ ആണ്, ലേഡീസ് എല്ലാവരും വളരെ നല്ലവരാണ്. അപ്പൊ ഈ രണ്ട് കൺസെപ്റ്റും കൂടെ ചേർത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? പുതിയൊരു കൺസെപ്റ്റ് കിട്ടി. എന്ത്? സീത വളരെ നല്ലവളാണ്. അങ്ങനെയുള്ള വെച്ചാൽ
കുറേ ഒബ്സർവേഷൻസിൻ്റെ അകത്തുനിന്നും കുറേ സ്പെസിഫിക്കേഷൻസിൻ്റെ എവിഡൻസിൻ്റെ അകത്തുനിന്നും ഒക്കെ ഞാനൊരു ജനറലൈസേഷൻ ഉണ്ടാക്കുക അല്ലേ. ഇപ്പൊ നമുക്ക് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം, ഈ പാലക്കാട്ടുകാരൊക്കെ നല്ലവരാണ്, ഞാൻ പാലക്കാട്ടുകാരിയാണ്, അപ്പോൾ ഞാൻ ആരാണ്, നല്ല ആളാണ്. അപ്പൊ അങ്ങനെയുള്ള കുറേ ഒബ്സർവേഷൻ അകത്തുനിന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ജനറലൈസേഷനിലേക്ക് എത്തിച്ചേരുക. അങ്ങനെയുള്ളതിനാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓരോ സ്പെസിഫിക് ഇൻസ്റ്റൻസസിനെ എടുത്തിട്ട് നമ്മളൊരു ജനറൽ ആയിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കുന്നു. ഇത് ഡാറ്റ അനലിറ്റിക്സിലും സയന്റിഫിക് റിസർച്ചുകളിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അത് പക്ഷേ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള, ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റേ അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞ എക്സാമ്പിൾ ആണ്. അതൊന്നും എക്സാമിലൊന്നും എവിടെ എഴുതി വെക്കാൻ പാടില്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതെന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിന്റെയും അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നതിന് ആ ലെവലിൽ ചിന്തിച്ചിട്ട് എഴുതേണ്ട ഒരു കാര്യം കേട്ടോ. ഞാനത് പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ കിട്ടുന്ന ഒബ്സർവേഷനുകൾ, നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിന്റെ ഒക്കെ ഔട്ട്പുട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ എംപിരിക്കൽ എവിഡൻസുകളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും. അതാണ് പറയുന്നത്. അതിന് ഒരു പ്രെഡിക്ഷൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ്, നമുക്ക് കുറച്ച് ഊഹങ്ങൾ ഉണ്ടാവുമല്ലോ, ഇതാണ് എൻ്റെ റിസൾട്ട്, ഇതാണ് എൻ്റെ ഔട്ട്പുട്ട് എന്ന് കിട്ടാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? അതിന് കുറച്ച് എവിഡൻസസ്, കുറച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞ റിസൾട്ടുകൾ ഉണ്ടാവാം, കുറച്ച് നമ്മളെ ഒബ്സർവേഷൻസ് ഉണ്ടാവും, അതെല്ലാം ചേർത്തിട്ട് നമ്മളൊരു പ്രഡിക്ഷനിലെത്തുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇൻഡക്റ്റീവ് റീസണിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് കുറച്ച് ഒരു 5 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷനിലെ കൂടെയോ എക്സ്പെരിമെന്റേഷനിലെ കൂടെയോ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇൻസ്റ്റൻസ്, സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നമ്മളെ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് സ്പെസിഫിക് ഇൻസ്റ്റൻസസിനെയോ അല്ലെങ്കിൽ ഡേറ്റ പോയിന്റുകളെയോ എടുക്കും, കളക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ച ഫെനോമിനൻ, നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫെനോമിനൻ എന്താണോ, പ്രോസസ്സ് എന്താണോ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എവിഡൻസസും കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി രണ്ടാമത്തേതിൽ പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കളക്ട് ചെയ്ത ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്യാൻ, എന്താണ് ഇതിന്റെ പാറ്റേൺ, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും റെഗുലാരിറ്റീസ് ഉണ്ടോ, അപ്പൊ സിമിലാരിറ്റികൾ ഉണ്ടോ, റെക്കറിംഗ് തീംസ് ഉണ്ടോ ആ തന്നിരിക്കുന്ന ഇൻസ്റ്റൻസസിൽ നിന്ന് നോക്കും. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് ഇന്ന പ്രത്യേകതകളുണ്ട്, ഇത് ഇന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്താം. അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും ബേസ്ഡ് ഓൺ ഐഡന്റിഫൈഡ് പാറ്റേൺസ്. നമ്മൾ പാറ്റേൺ ആണോ ഐഡന്റിഫൈ ചെയ്തത്, അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ഹൈപ്പോത്തിസിസോ അല്ലെങ്കിൽ ഒരു തിയറിയോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒബ്സർവ് ചെയ്ത ബിഹേവിയറിനെ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഈ ഹൈപ്പോത്തിസിസ് വെച്ചിട്ട്. പിന്നെ ആണ് നമ്മൾ ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഹൈപ്പോത്തിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, കൂടുതൽ എക്സ്പെരിമെന്റുകളിൽ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്തിട്ടോ. അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത് വെച്ച നമ്മളെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ, നമ്മളെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫൈൻ ചെയ്യാൻ പറ്റും അല്ലെ. പുതിയ ഡാറ്റകൾ കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ അതിനകത്തുള്ള എററുകൾ കളയാനും അതിനൊക്കെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ആൻഡ് റിഫൈൻമെന്റ് ചെയ്യുന്നത്. ഈ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഡ്രോ എ കൺക്ലൂഷൻ ദാറ്റ് ജനറലൈസസ് ദ ഫൈൻഡിങ്സ് ഫ്രം ദ സ്പെസിഫിക് ഇൻസ്റ്റൻസസ്. ഈ കൺക്ലൂഷൻ is considered probably based on observed evidences but is not guaranteed to be universally true. അപ്പോൾ ഈ ലാസ്റ്റിൽ എത്തുന്ന നമ്മൾ ഹൈപ്പോത്തിസിസ് എന്നും ടെസ്റ്റിംഗ് എന്നും ഒക്കെ നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്. അതെന്താവണം എന്നൊന്നുമില്ല, എപ്പോഴും ട്രൂ ആവണം എന്നില്ല, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവാം, വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നമ്മൾ എന്നും എന്ത് കാണുന്നുണ്ട്, suppose you observe that every time you touch a hot stove, ഒരു hot stove നമ്മൾ തൊടുന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് തോന്നും? വേദന തോന്നും അല്ലെ? പെയിൻ, പൊള്ളും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ ജനറലൈസ് ചെയ്യുന്നത് എന്താ? ടച്ചിങ് എ ഹോട്ട് സ്റ്റൗ കോസ് പെയിൻ, അല്ലെങ്കിൽ അതുകൊണ്ട് വേദന ഉണ്ടാവും. ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെ കണ്ടിട്ടാ മനസ്സിലാക്കിയത്? ചൂടായിട്ട് കിടക്കുന്ന ഒരു സ്റ്റൗവിനെ കണ്ടിട്ട് അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു ചെറിയ കുട്ടി, നമ്മളതിന് ഒരു പശുവിനോ അല്ലെങ്കിൽ ഒരു പക്ഷീനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതാ പക്ഷി എന്ന് പറഞ്ഞാൽ അതിന് ആ രൂപമാണ് അത് മനസ്സിലാക്കി വെക്കുക ആദ്യം. നിങ്ങൾ കാണിച്ചു കൊടുത്ത ഒരു മഞ്ഞ നിറമുള്ള പക്ഷിയാണെങ്കിൽ അതിന് 2 കാലുണ്ട്, കൊക്കുണ്ട്, വാലുണ്ട്, അതൊക്കെ പക്ഷിയായിരിക്കും. 2 കാലുള്ള കുഞ്ഞുജീവികളെയൊക്കെ അത് എന്ത് വിളിക്കും? പിന്നെ പക്ഷി എന്ന് വിളിക്കും. പിന്നീടാണ് അതിന് മനസ്സിലാവുന്നത് ഇതിൽ തന്നെ കുറെ വെറൈറ്റികൾ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ അതിനെയാന്ന് പറയുന്നത് ജനറൽ. കുറേ സംഭവങ്ങൾ, കുറേ പക്ഷികൾ ഇങ്ങനെ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഒരു നീലപക്ഷി, പച്ചപക്ഷി, ചുവപ്പ് പക്ഷി. അപ്പൊ അതിനെല്ലാം കൂടെ എടുത്തിട്ട് ആ കുട്ടി പറയും, ഓ, പക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 കാലും കൊക്കുമുള്ള ജീവികളാണ്. ഒരു കൺക്ലൂഷൻ അല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് ഇവിടെ പറയുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ. എന്നിട്ട് ആ കുട്ടി എത്തുന്ന കൺക്ലൂഷൻ എന്താ? എല്ലാ പക്ഷിക്കും എന്തുണ്ട്? 2 കാലുണ്ട്, ചുണ്ടുണ്ട്, അത് മരത്തിൽ പറക്കാൻ പറ്റും, ചിറകുണ്ട് അല്ലെ? അത് ശരിയാവാം, തെറ്റാവാം. ചിലപ്പോൾ ചില പക്ഷികളുടെ കേസിൽ അത് തെറ്റായിക്കൂടെ? അപ്പൊ അതേപോലെയാണ് നമ്മളെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും എന്നാണ് പറയുന്നത്. നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, എന്നിരുന്നാലും മോസ്റ്റ് പ്രോബബ്ലി അത് എന്തായിരിക്കും? ശരിയാവാം. ഈ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ജനറൽ പ്രിൻസിപ്പിൾസ് ഓർ പ്രിമൈസസ്. നേരെ തിരിച്ചാണ്. വലിയൊരു പ്രിമൈസ്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എടുക്കുന്നു, അതിൽ നിന്ന് നമ്മൾ കുറേ ചെറിയ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കുന്നു. കൺക്ലൂഷൻസ് നമ്മൾ കുറേ ഡിറൈവ് ചെയ്തെടുക്കുന്നു. നേരെ തിരിച്ച് ജനറൽ പ്രിൻസിപ്പിളിൽ നിന്ന് സ്പെസിഫിക് ഇൻസ്റ്റൻസസിലേക്ക് തിരിച്ചു വരുന്നു. അതാണ് എന്ത്? ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നോൺ ഫാക്ട്സ്. അറിയുന്ന തത്വങ്ങൾ, അറിയുന്ന വസ്തുതകളിൽ നിന്ന് തുടങ്ങും. അല്ലെങ്കിൽ അറിയുന്ന അസംഷൻ ആയിരിക്കാം, ഊഹങ്ങളായിരിക്കാം. അപ്പൊ അതിനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു സിറ്റുവേഷന് ലോജിക്കൽ കൺക്ലൂഷൻ കണ്ടുപിടിക്കുന്നു. ഒരു പ്രോബ്ലത്തിന്റെ ലോജിക്കൽ കൺക്ലൂഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ അതിനും കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട് ഇവിടെ, ഒരു 4 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിമൈസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കും? 1-2 പ്രിമൈസസ്, നമുക്ക് അറിയുന്ന കണ്ടീഷൻസ് എടുക്കും. വിച്ച് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ പ്രിൻസിപ്പൽസ് അസ്യൂംഡ് ടു ബി ട്രൂ. സത്യമാവാം എന്ന് തോന്നുന്ന അല്ലെങ്കിൽ റിയൽ ആവാം എന്ന് തോന്നുന്ന 1-2-3-4 സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ചുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അത്. These premises serve as a foundation for the deductive argument. ഇതാണ് എന്തിന്റെ ഫൗണ്ടേഷൻ? ഈ പ്രിമൈസസ് ആണ് എന്തിന്റെ ഫൗണ്ടേഷൻ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. നെക്സ്റ്റ്, നമ്മൾ ഒരു ലോജിക്കൽ റൂളിനെയോ ഒരു പ്രിൻസിപ്പിളിനെയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന്. ഈ പ്രിമൈസസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു റൂള്, ഒരു ലോജിക്കൽ റൂളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ റൂൾ എന്ന് പറയുന്നത്, അപ്പൊ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കുറെ റൂളുകൾ, അല്ലെങ്കിൽ ആ റൂളുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ ജനറലൈസ്ഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിളിനകത്തുള്ള ചെറിയ സ്പെസിഫിക് കൺക്ലൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. മനസ്സിലാവുന്നുണ്ട്? ഇനി അപ്ലിക്കേഷൻ ഓഫ് ദ റൂള്. അപ്പൊ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തു റൂളിനെ, ആ റൂളിനെ നമ്മൾ ഇനി അപ്ലൈ ചെയ്യണം. അപ്ലൈ ദ ലോജിക്കൽ റൂൾ ടു ദ പ്രിമൈസസ് to derive a specific conclusion or set of conclusions. ഒരു സ്പെസിഫിക് ഒറ്റ കൺക്ലൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കൺക്ലൂഷൻസ് നമുക്ക് അതിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ലോജിക്കലി കണക്ടിങ് ദ പ്രിമൈസസ് ടു റീച്ച് എ വാലിഡ് ഇൻഫറൻസ്. ഇനി ലാസ്റ്റത്തെയാണ് കൺക്ലൂഷൻ. നമ്മൾ ലാസ്റ്റ് എന്തിലേക്കാണ് പോകുന്നത്? ഇതൊക്കെ നമ്മളെ എന്തൊക്കെ കഴിഞ്ഞു? പ്രിമൈസ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, റൂൾ ഐഡന്റിഫൈ ചെയ്തു, ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ അവസാനം എന്തെത്തി? ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസിൽ നമ്മൾ എത്തിയതാണ്. അപ്പൊ ഇനി കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത റൂള് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന, അപ്പോൾ നമ്മൾ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുക. എവിടെ നിന്നാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത്? ഫ്രം ദ നമ്മൾ ആദ്യത്തെ പ്രിമൈസസ് എന്നും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത റൂളും എല്ലാം കൂടെ ചേർത്തിട്ട് അതിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലെത്തും. ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്
എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കാം? ഈ നമ്മളെ ആദ്യത്തെ നമ്മളെ പ്രിമൈസസും അതുപോലെ നമ്മളെ റൂൾസ് ഓഫ് ലോജിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് കിട്ടുന്നത്. കൺക്ലൂഷൻ റെപ്രസെന്റ്സ് സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ്. ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ത് നമ്മുടെ ലാസ്റ്റത്തെ കൺക്ലൂഷൻ. ദാറ്റ് ക്യാൻ ബി, അത് എവിടുന്നാ നമുക്ക് കിട്ടുന്നത്? ദാറ്റ് ക്യാൻ ബി ഇൻഫേർഡ് വിത്ത് certainty based on given premises and the rules of logic. ലോജിക് റൂളുകൾ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, ആ ലോജിക് റൂളും തന്ന പ്രിമൈസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ ലാസ്റ്റത്തെ കൺക്ലൂഷൻ എന്നാ പറയുന്നത്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾ ഒന്നും അല്ല. പ്രിമൈസ് 1 എന്ന് പറയുന്നത് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്നാണ്. ശരിയാണ്, അല്ല, അതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അപ്പോൾ പിന്നെ പറയുന്നത് സോക്രട്ടീസ് ഇസ് എ ഹ്യൂമൻ. ശരിയാണ്, അതൊരു സ്പെസിഫിക് കാര്യമാണ് അല്ലെ, ഒരു സ്പെസിഫിക് വ്യക്തിനെ പറയുന്നതല്ല. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കുന്നത്? ഹ്യൂമൻ ആണ് ആര്? സോക്രട്ടീസ്. എല്ലാ ഹ്യൂമനും നല്ല മോർട്ടലാണ്. അപ്പോൾ സോക്രട്ടീസ് എന്തായിരിക്കും? മോർട്ടൽ ആയിരിക്കും. അപ്പോൾ സ്പെസിഫിക് കൺക്ലൂഷൻ ഡിറൈവ്ഡ് ഫ്രം ജനറൽ പ്രിൻസിപ്പിൾ. ആ ജനറൽ പ്രിൻസിപ്പിളിൽ നിന്ന് ഞാനൊരു സ്പെസിഫിക് പ്രിൻസിപ്പിളിലേക്ക്, ഒരു സ്പെസിഫിക് കൺക്ലൂഷനിലേക്ക് എത്തുക. The strength of deductive argument lies in its validity. അപ്പോൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം. എത്രത്തോളം വാലിഡ് ആണ് എന്നുള്ളതാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിന്റെ ഏറ്റവും ശക്തി. ഇറ്റ് റെഫേഴ്സ് ടു ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ പ്രിമൈസസ് ആൻഡ് ദ കൺക്ലൂഷൻ. അല്ലെ, നമ്മൾ ആദ്യം എടുത്ത ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളും ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം വേണം. ഇല്ലെങ്കിൽ നമ്മൾ റീസണിങ്, ലോജിക്കൽ റീസണിങ് ശരിയാവോ? ഇല്ല. അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ അത് ഉറപ്പ് തരുന്നുണ്ട് എന്തിന്? ദാറ്റ് ദ പ്രിമൈസസ് ട്രൂ ആണ് ആൻഡ് കൺക്ലൂഷനും എന്തായിരിക്കും? ട്രൂ ആയിരിക്കുന്നു. നമ്മൾ മേലെ നോക്കിയാൽ അറിയാം, എല്ലാ ഹ്യൂമൻസും മോർട്ടൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സോക്രട്ടീസ് മോർട്ടൽ ആണ്. രണ്ടും എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇത് മെയിൻലി നമ്മൾ ഈ മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഡിഡക്റ്റീവ് റീസണിങ് ഒക്കെ, ലോജിക്, ഫിലോസഫി, ഇതൊക്കെ ഫോർമൽ സിസ്റ്റംസ് വേർ കൺക്ലൂഷൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്.